വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു ലോങ് വീഡിയോ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഷോർട്സ് ഒക്കെ നമ്മൾ ഇടാറുണ്ട്, അതാകുമ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ സെറ്റ് ചെയ്ത് ഇടാന്നേ ഉള്ളൂ. പക്ഷേ ലോങ് വീഡിയോ ആകുമ്പോഴേക്കും അത്യാവശ്യം പണികളുണ്ട്, എഡിറ്റ് ചെയ്യണം, അതുപോലെ റെക്കോർഡ് ചെയ്യണം, അങ്ങനെ കുറച്ചധികം പണികളുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ലോങ് വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തത്. കാരണം അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇനി പയ്യെ പയ്യെ നമ്മൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി തമിഴിനി കണ്ടു കാണുമെന്നറിയാം. എന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ചിട്ടാവട്ടമൊക്കെ അനുസരിച്ചതൊന്ന് പറയണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വണ്ടി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വണ്ടി എടുക്കാനായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഫൈസിനെ വിളിച്ചുകൊണ്ടാണ് ഇനി നമുക്ക് പോകേണ്ടത് കേട്ടോ. കാരണം അവനെ നമ്മൾ രാവിലെ തന്നെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ പോകുന്നവരെ നമ്മൾക്കൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവനെ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിലാണ് നമ്മൾക്കൊരു വണ്ടി എടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ നമ്മൾ ആദ്യം ഷോറൂമിലേക്ക് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഫൈസിനെ പോയി വിളിച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കങ്ങനെ വണ്ടിയിൽ വെച്ച് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും മറ്റൂസം ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഇൻട്രോയൊക്കെ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. സാധാരണ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാനങ്ങനെ ഇൻട്രോയൊക്കെ എടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, എടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അങ്ങനെ തോന്നി, അതിൻ്റെ പുറത്ത് വന്ന് എടുക്കുന്നതാണ്. അപ്പം ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അത്തച്ചി ഫ്രണ്ടിൽ കയറത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്തച്ചി ഫ്രണ്ടിൽ കയറ് എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത പോലെ നേരെ ബാക്കിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് പോയാലും അത്തച്ചിക്ക് ബാക്കിൽ ഇരിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്തച്ചി നേരെ ബാക്കിലേ കയറത്തുള്ളൂ. പിന്നെ അച്ഛൻ ഉമ്മച്ചിയുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൈസയ്ക്കായിട്ട് സെപ്പറേറ്റ് ഒരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മുഷിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെങ്ങോട്ടും പോകുന്ന ടൈമിൽ അവനെ വിളിച്ചുകൊണ്ടാണ് പോകണമെങ്കിൽ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സ് എടുക്കും. കാറിലിരുന്ന് തന്നെ അങ്ങനെ മാറ്റിച്ചാൽ മതിയല്ലോ. അപ്പം അതൊക്കെ സെറ്റാക്കി നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫൈസിനെ വിളിക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പം ഒരു 12:30 ആയിട്ടുള്ളൂ. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് നമ്മൾ 2 മണിക്കൂർ മാത്രമേ ഫൈസിനെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നു വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈസിനെ അങ്ങനെ ക്ലാസ്സിൽ വിടത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് കേട്ടോ ഇന്ന് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എടുത്ത തീരുമാനത്തിന് പുറത്തായിരിക്കും ഞങ്ങൾ ബാക്കിയുള്ളതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഫൈസിനെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല തകർത്ത മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ എന്തായാലും നല്ലതാണല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ അവൻ്റെ സ്കൂളിലെത്തി. അപ്പോൾ അവിടെ വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് ഒരുപാട് കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആളുണ്ടോ എന്നൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ അവൻ്റെ ക്ലാസ്. അപ്പോൾ ആ ജനലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞങ്ങളങ്ങനെ ചുറ്റും നോക്കിയിട്ടായിരുന്നു അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആളെ. പിന്നെ ഞാൻ ഏതായാലും കുറച്ച് ബാക്കിലോട്ട് വന്നങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് വരുന്നതൊക്കെ നോക്കി ഞാൻ ടീച്ചറിനോട് ചോദിച്ചപ്പം ടീച്ചർ പറഞ്ഞത് അവൻ വാഷ്റൂമിൽ പോയിരിക്കുകയെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആളെങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറി നിന്ന് നോക്കിയതാണ്. എന്തായാലും ആൾ പയ്യെ നടന്നു വന്ന് ടീച്ചറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഇത്രയും നീങ്ങി എന്നെങ്കിലും അങ്ങനെ തന്നെ ആൾക്കെന്നെ മനസ്സിലായി കേട്ടോ. അപ്പോൾ അത് ടീച്ചറിനോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരെ പോയി അവൻ്റെ ക്ലാസ് മിസ്സിനെ കണ്ടതിന് ശേഷം നമ്മൾ ഓഫീസിൽ പോയി സൈനും കാര്യങ്ങളും അതുപോലെ ടൈമും എല്ലാം എഴുതി കൊടുത്തിട്ടാണ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ നമ്മുടെ കൂടെ എടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫൈസിനെയും കൂട്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയിൽ വെച്ച് തന്നെ ഫൈസിൻ്റെ ഡ്രസ്സൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വെങ്ങല്ലൂർ ബൈപ്പാസിലുള്ള ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വലിയത്ത് മോട്ടോഴ്സിലാണ് കേട്ടോ. തൊടുപുഴ വെങ്ങല്ലൂരുള്ള വലിയത്ത് മോട്ടോഴ്സിലാണ്. നേരത്തെ ഒരു പ്രാവശ്യം നമ്മളങ്ങനെ വണ്ടിയൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോയിൽ. അപ്പം അത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെയിം ഷോറൂമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം അതായിരുന്നു വന്നത്. കാരണം അന്ന് നമ്മൾ വാങ്ങാതെ വിട്ടിട്ട് പോയൊരു സംഭവം പിന്നെ നമ്മൾ വാങ്ങാനായിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല. ഒരു ഹാപ്പിയാണ് കേട്ടോ. മനസ്സ് നിറച്ചും എന്തൊക്കെയോ സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് നമ്മുടെ എക്സിക്യൂട്ടീവിനെ കണ്ട് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്ന ടൈമിൽ തന്നെ നമ്മൾ നോക്കിയ ആ ഒരു സെയിം മോഡൽ അവിടെ ഡെലിവറി ആകാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെണിച്ചും കൂടിയിട്ട് ആ ഒരു വണ്ടിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 1-2 ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അണിച്ച് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്റ്റീവയാണ് കേട്ടോ. അണിച്ചത് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അണിച്ചിട്ട് വണ്ടി പോയപ്പോഴേക്കും അണിച്ച് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ, അത്ര അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വരെ അണിച്ചാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പൈസനെ കൊണ്ടുവിടാനൊക്കെ ആണെങ്കിലും അവനിന് മദ്രസ സ്റ്റാർട്ട് ചെയ്യണം, ആ ഒരു ടൈമിലായാലും കൊണ്ടുവിടാനൊക്കെ അവർക്ക് പറ്റിയില്ലെങ്കിൽ അവർക്ക് നേരത്തെ ഓട്ടമൊക്കെ പോകുന്ന ടൈമാണെങ്കിൽ ഞാനായിരിക്കും കൊണ്ടുവിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ടൊരു വണ്ടി വേണം എന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ആക്റ്റീവ് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ നമ്മൾ നേരെ ബുള്ളറ്റിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നൊരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമാണെന്ന്. അപ്പോൾ നമ്മളങ്ങനെ നോക്കാൻ വേണ്ടി വന്നത് റോയൽ എൻഫീൽഡ് 350 സ്റ്റാൻഡേർഡ് മോഡലായിട്ട് ഒരു ബുള്ളറ്റാണ് കേട്ടോ. നേരത്തെ നമ്മൾ വന്നപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെയിം ഇത് തന്നെയായിരുന്നു, പക്ഷേ ക്ലാസിക് ആയിരുന്നു അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫൈസ് ആണെങ്കിൽ വളരെ ഹാപ്പിയാണ് കേട്ടോ. അവൻ ഇനി ഈ ഒരു ഷോറൂമിൽ കയറാത്ത ഒരു വണ്ടി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിലും തന്നെ ആൾ ചാടി കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ചുക്കുട്ടീനെ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഇത് ഏതാ സ്ഥലം എന്നൊക്കെ. പിന്നെ ആ പൈസ വന്നിട്ട് അവനെ അങ്ങനെ എടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി വന്ന ഈ ഒരു വണ്ടിയുടെ ആക്സസറീസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചാർജാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയുള്ള പേയ്മെൻറ്റും എല്ലാം അതുപോലെ തന്നെ അഡ്വാൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അടച്ചിട്ട് സൈനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ കുറച്ച് നേരം ഒരു വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം അവിടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ അതിലെല്ലാം സൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല. എന്തൊക്കെയോ സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം നമുക്ക് വീടായാലും അല്ലെങ്കിൽ വണ്ടിക്കായാലും വളരെ ഹാപ്പിയുള്ളത് അത് നമ്മുടെ സ്വന്തം പോവാന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും കാര്യങ്ങളൊക്കെയാണല്ലോ. അങ്ങനെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഇതിലങ്ങനെ സൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ നമ്പറാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫാൻസി നമ്പറും കാര്യങ്ങളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനും നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചാർജ് അടയ്ക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഫാൻസി നമ്പർ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. ഫാൻസി നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വണ്ടി കിട്ടും കേട്ടോ. പക്ഷേ RTO നേരിട്ട് വരുന്ന നമ്പർ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 5 വർക്കിംഗ് ഡേയ്സ് ഒക്കെ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. അതിനുള്ളിലായിരിക്കും നമ്മൾ നമ്പറൊക്കെ കിട്ടി നമ്മുടെ വണ്ടി നമുക്ക് ഡെലിവറി ആകത്തുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും അങ്ങനെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് മൊത്തം തീർത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സൈനും കാര്യങ്ങളും ചെയ്ത് അഡ്വാൻസൊക്കെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 12:30 ആയപ്പോൾ വന്നെയാണ്. ഈ ഒരു ടൈം വരെ നമ്മളവിടെ വെയിറ്റിങ്ങിലും അതുപോലെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫൈസിക്കുട്ടൻ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മതിയെന്ന് പറഞ്ഞ് അവൻ അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ എന്തായാലും ഫൈസി ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എവിടെ ചെന്നാലും അവൻ ആ ഒരു സംഭവം തന്നെ മതി. അതാകുമ്പോഴേക്കും വലിയ പാടില്ലല്ലോ കഴിക്കാനായിട്ട്. ഓരോ നേരത്തെ അങ്ങനെ സോസിൽ മുക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഏതായാലും ഫൈസി അത് ഓർഡർ ചെയ്തു. പിന്നെ അത്തച്ചി എവിടെ പോയാലും മീൽസിൻ്റെ ആളാണ് കേട്ടോ. മന്തി ആയാലും അല്ലെങ്കിൽ ബിരിയാണി ആയാലും വേറെ എന്ത് സംഭവമാണെങ്കിലും അത്തച്ചിക്ക് വേണ്ട, അത്തച്ചിക്ക് മീൽസ് തന്നെ മതി. എന്നാലാണ് അത്തച്ചിക്ക് ഒരു സമാധാനം ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത്തച്ചി കയറി മീൽസ് തന്നെ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ണച്ചി ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അൽക്കുൽത്ത് ബിരിയാണി അങ്ങനത്തെ എന്തോ സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടുത്തെ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലാണെങ്കിൽ ബീഫ്, അതുപോലെ മട്ടൻ, ചിക്കൻ, പിന്നെന്താ സീ ഫുഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ്. പക്ഷെ ആ ഒരു മണത്തിൻ്റെ അത്ര വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. ഒരു ആവറേജ് ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പം അതായിരുന്നു അണ്ണച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉമ്മച്ചി ഇങ്ങോട്ട് കൂടിയിട്ട് ഈ ഒരു കലം ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഇതുപോലെ തന്നെയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും അത് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർഡർ ചെയ്തതിൽ ഏറ്റവും നല്ലത് ഞാനും ഉമ്മച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കലം ബിരിയാണി തന്നെയായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ആ ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാൻഗ്രിൽസിലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുന്ന വഴിക്കും നല്ല അടിപൊളിയായിട്ടുള്ള മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആക്റ്റീവൊക്കെ എടുത്ത ഒരു ടൈമിൽ 2 ദിവസം അത് അന്ന് തന്നെ കിട്ടും. എനിക്ക് ആകെ കൺഫ്യൂഷനായിട്ടോ, അന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആക്റ്റീവ് എടുത്ത് നമുക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടി എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ നമുക്ക് നാളെ വേണമെങ്കിൽ വണ്ടി കിട്ടും. അത് നമ്മൾ ഫാൻസി നമ്പർ എടുക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്ര വലിയ അത്യാവശ്യമില്ലല്ലോ. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ അത് കാത്തിരിക്കാന്ന് പറയുന്നൊരു പ്രത്യേക സുഖമുള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ വണ്ടി നമുക്ക് കിട്ടും. പാർട്ടിയിൽ നിന്നുള്ള ഒരു വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ളൊരു ലേറ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ആക്സസറീസൊക്കെ പിടിപ്പിക്കാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ലേറ്റ് ആവും. അതായത് മിനിമം അവരൊരു 5 വർക്കിംഗ് ഡേയ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വണ്ടി അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ തന്നെ അത്യാവശ്യം കുറച്ച് ലോങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ദിവസത്തെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഇടാം. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ചാനലും അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.